ഹലോ, ഇന്നൊരു മസാല ദോശ ഉണ്ടാക്കിയല്ലോ. നിങ്ങൾ എങ്ങനെയാണ് മസാല ദോശയുടെ മസാല പ്രിപ്പയർ ചെയ്യല്? ഞാനിവിടെ ഷെയർ ചെയ്യുന്ന ഈ റെസിപ്പി നിങ്ങൾ ഇതുപോലെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കിട്ടോ. പൊളിയാണ്. ലെറ്റ്സ് ഫോളോ മീ. ഫോർ മസാല പൊട്ടാറ്റോ, ക്യാരറ്റ്, ബീൻസ്, ബീട്രൂട്ട്, ഇത്രയും സാധനങ്ങൾ കയ്യിലുണ്ടെങ്കിലേ എന്തായാലും ചേർത്ത്. മസാല ദോശയ്ക്കുള്ള മസാല ഞാൻ പല രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയത് ഈ ഒരു റെസിപ്പിയാണ് ഗൈസ്. നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ മസാല ഉണ്ടാക്കും. സ്പൈസസ് ആയിട്ടിട്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, പിന്നെ ഒരു 4-5 വെളുത്തുള്ളി, ആവശ്യത്തിനുള്ള ഉപ്പും 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്തോളൂ. ഓയിൽ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക, പിന്നെ കുറച്ച് സവാള ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ നമ്മൾ വേവിച്ചെടുത്തിട്ട് മസാലയിലേക്ക് ചേർത്തിട്ട് കുത്തി കുത്തി ഇളക്കിയെടുത്തോളൂ ഗൈസ്. മസാല ഒടിച്ചെടുത്ത് ചമ്മന്തി പരുവൊന്നും ആക്കിയെടുക്കണ്ട കേട്ടോ. കുറച്ച് കഷ്ണങ്ങൾ അവിടെ ഇവിടെയൊക്കെ കിടന്നോട്ടെ. പിന്നെ കുറച്ച് നല്ലോണം മല്ലിയിലും കൂടെ ഉണ്ട് ഇട്ടെടുത്തോളൂ. ഇനിയില്ലേ, ഒരു പാനിലോട്ടേ 1 സ്പൂൺ നെയ്യ് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉഴുന്നുപരിപ്പും കുറച്ച് കടലപ്പരിപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. എന്നിട്ടില്ലേ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തോളൂ. ഇനിയിപ്പോൾ ദോശ ഉണ്ടാക്കണ്ടേ, അപ്പോൾ പാനിലേക്ക് മാവ് ഒഴിച്ചിട്ട് നന്നായിട്ട് തിന്നാക്കിയിട്ട് പരത്തിയെടുത്തോളൂ. ഞാനേ ഈ ദോശ പരത്തുന്നില്ലേ അത്ര എക്സ്പെർട്ടൊന്നും അല്ലാത്തതുകൊണ്ട് എൻ്റെ ദോശ ഈ ചട്ടിമേനൊന്നും ആയി വരില്ല കേട്ടോ. നിങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴേ നല്ല തിന്നാക്കിയിട്ട് പരത്തിയെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ പരത്തിയെടുത്തോളൂ. അത്രയും നല്ല പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ അപ്പം ഇത് നമ്മൾ റെസ്റ്റോറൻറ്റിലൊന്നും അല്ലല്ലോ സെർവ് ചെയ്യുന്നത്, നമ്മുടെ വീട്ടിലല്ലേ, അപ്പം അത്രയ്ക്ക് മതി. ഇനിയിപ്പോൾ കുറച്ച് നെയ്യാണ്ട് എടുത്തിട്ട് അതിൻ്റെ മേലേക്ക് ഒഴിച്ചെടുത്തോ. പിന്നെ കുറച്ച് ഇഡ്ലിപ്പൊടി മേലേക്ക് ഇട്ട് കൊടുത്തിട്ട് ദോശ നല്ല മുരിഞ്ഞ് വരുന്ന സമയത്ത് മസാല കൊണ്ട് മേലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പരത്തിയിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഇത്രയുള്ള ഗൈസ്, നമ്മുടെ ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റുകളൊന്നായ മസാല ദോശ റെഡി. ഇനിയിപ്പോൾ കഴിച്ചു നോക്കിയാലോ. അപ്പോൾ ഞാൻ കുറച്ച് കൊത്തിയരിഞ്ഞ സവാള ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഒരു ഫേവറേറ്റ് ചോയ്സാണ് കേട്ടോ. ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ആ ഒരു ക്രിസ്പി സൗണ്ട് കേട്ടോ. അപ്പം നിങ്ങളിനി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഓക്കെ, ബൈ.